ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതായത് ലോ ഓഫ് അട്രാക്ഷന്റെ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ഈ ഒരു മെത്തേഡാണ് നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് സ്പാൻ ഓഫ് ടൈമിൽ എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാം എന്നുള്ളതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു മെത്തേഡിന്റെ പേര് എന്ന് പറയുന്നത് 369 മെത്തേഡ് എന്നാണ്. അതായത് ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷന്റെ ഏതൊരു മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു 2 മിനിറ്റ് നമ്മൾ റിലാക്സ് സ്റ്റേറ്റിലേക്ക് നമ്മുടെ ബോഡി എത്തിക്കേണ്ടത് ഭയങ്കര അടിയന്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ആദ്യം ഒരു 2 മിനിറ്റ് നമ്മുടെ ബോഡി ഫുൾ റിലാക്സ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ ഡീപ് ബ്രെത്ത് ഒക്കെ എടുത്ത് ബോഡി ഫുൾ ഒരു 10 to 12 ടൈംസ് നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുക, വിടുക. നല്ല രീതിയിൽ തന്നെ ബോഡി റിലാക്സ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മൂഡ് ഒന്ന് എലവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടുവരുന്നത് എന്ത് കാര്യമാണോ അതിനെപ്പറ്റി ചിന്തിക്കുക. അങ്ങനെ നമ്മുടെ മൂഡ് എലവേറ്റ് രണ്ട് മിനിറ്റോളം നമ്മുടെ മൂഡ് എലവേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണോ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുക. നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം എന്താണോ അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക. ഒരു ചെറിയ കുട്ടിയെ പറ്റി നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി തന്നെ 2-3 മിനിറ്റ് കണ്ടിന്യൂസ്ലി ചിന്തിക്കുക. സോ ഈ ഒരു 2 കാര്യം ചെയ്തതിനു ശേഷം ഇനിയാണ് നമ്മുടെ 369 മെത്തേഡ്. നമ്മൾ ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷന്റെ ഏതൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിന് മുന്നേ ഈ 2 കാര്യം മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 369 മെത്തേഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. സോ ഈ 369 മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഏറ്റവും ആഗ്രഹമുള്ള കാര്യം എന്താണോ ആ ആഗ്രഹത്തെ പറ്റി നമ്മൾ ആദ്യം 3 വട്ടം പറയുക എന്നുള്ളതാണ്. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പൈലറ്റ് ആകാനാണ് ആഗ്രഹം. അപ്പൊ ആ ആഗ്രഹം സാധിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് നിങ്ങളോട് തന്നെ പറയുക. അതായത് ഇപ്പം ഐ ആം എ പൈലറ്റ് എന്നൊരു 3 വട്ടം നിങ്ങൾ വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ആ കാര്യത്തെ ഉറച്ച് വിശ്വസിക്കുന്നത് പോലെ നിങ്ങളോട് തന്നെ പറയുക. ഇപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിററിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് തന്നെ നോക്കി അത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. ഇനിയിപ്പോൾ അതിനൊന്നും പറ്റുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ഈ ഒരു കാര്യം 3 വട്ടം പറയുക. അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് സാധിച്ചതുപോലെ 3 വട്ടം പറയുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 6 വട്ടം നിങ്ങളുടെ ആഗ്രഹം ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് എഴുതണം. അതായത് നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങളുടെ ആ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് സാധിച്ചതുപോലെ നിങ്ങൾ 6 വട്ടം ഒരു ബുക്കിലേക്ക് എഴുതണം. അപ്പോഴേക്കും ആദ്യം നിങ്ങൾ 3 വട്ടം പറഞ്ഞു, പിന്നെ 6 വട്ടം നിങ്ങൾ അത് എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 9 വട്ടം ഈ ഒരു കാര്യം നിങ്ങൾ 9 വട്ടം നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് ഫീൽ ആണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അത് നിങ്ങൾ ആ ഫീൽ നിങ്ങൾക്ക് വരുത്താൻ കഴിയണം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ നമ്മൾ എടുത്ത എക്സാമ്പിൾ ആയിരുന്നു, നിങ്ങൾക്ക് ഒരു പൈലറ്റ് ആകാനാണ് ആഗ്രഹം. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്യാബിൻ ക്രൂവിന്റെ ഒരു പാർട്ടായി നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കൊണ്ടുവരുത്താൻ കഴിയണം. അത് 9 വട്ടം കൊണ്ടുവരണം. അതായത് 3 വട്ടം നിങ്ങൾ പറഞ്ഞു, 6 വട്ടം നിങ്ങൾ എഴുതി, പിന്നെ 9 വട്ടം ആ ഒരു കാര്യം സാധിച്ചാൽ എന്ത് ഇമോഷൻ ആണോ എന്ത് ഫീലിംഗ് ആണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ആ ഫീലിംഗ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഈ 369 മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോയാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണും. അതായത് ഏറ്റവും ടഫ് എന്ന് വിചാരിച്ച എന്തൊക്കെ കാര്യങ്ങളും ഈ ഒരു മെത്തേഡിലൂടെ പലരും വളരെ എളുപ്പത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തോളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. സോ ലോ ഓഫ് അട്രാക്ഷന്റെ തന്നെ ഏറ്റവും വൺ അമംഗ് ദ ബെസ്റ്റ് മെത്തേഡ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ 369 മെത്തേഡ്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും വിഷ് ചെയ്യാണ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.